തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഒരു സമരം അതാണ് ഡൽഹിയിൽ നടക്കുന്നത് എന്നതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം. കേരളത്തിന്റെ ധൂർത്തും കെടുകാര്യസ്ഥതയുമാണ് സാമ്പത്തിക അവസ്ഥയ്ക്ക് കാരണം. എന്നിട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര അവഗണനയെന്ന് വ്യാഖ്യാനിക്കുകയാണെന്നും വി ഡി സതീശൻ വിമർശിക്കുന്നു. അതേസമയം കർണാടക സർക്കാർ നടത്തിയത് വേറെ സമരമെന്നും അതിനെ കേരളത്തിലെ കോൺഗ്രസും പിന്തുണയ്ക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കർണാടക സർക്കാർ കേരള സർക്കാർ നടത്തിയ സമരത്തിന് പിന്തുണ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. കർണാടക സർക്കാർ നടത്തിയത് വേറെ സമരമാണ്. ആ കാര്യത്തിലുള്ള ആ കോസിൽ കേരളത്തിലെ പ്രതിപക്ഷവും നിൽക്കുന്നുണ്ട്. 14-ാം ധനകാര്യ കമ്മീഷനിൽ നിന്ന് 15-ാം ധനകാര്യ കമ്മീഷനിലേക്ക് മാറിയപ്പോൾ 2.5% നികുതി വിഹിതം ഉണ്ടായിരുന്നത് 1.92 ആക്കിയതിന് ഞങ്ങൾ എതിർക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഇവരുടെ കൂടെ പോകാത്തതിൻ്റെ കാരണം പല പ്രാവശ്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കാരണം കേരളത്തിൻ്റെ ധനപ്രതിസന്ധിക്ക് മുഴുവൻ കാരണം കേന്ദ്ര അവഗണനയാണെന്നുള്ളൊരു നറേറ്റീവ് ഉണ്ടാക്കി ഇവരുടെ കെടുകാര്യസ്ഥതയും ധൂർത്തും അഴിമതിയും ഇവർ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഈ വി മുരളീധരൻ രാത്രിയാകുമ്പോൾ ഈ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് രാത്രി സംസാരിച്ച് ഒത്തുതീർപ്പിൻ്റെ ഇടനിലക്കാരനാണ്. എല്ലാ കേസും മുരളീധരനാണ് ഒത്തുതീർപ്പുണ്ടാക്കുന്നത്. ഈ സർക്കാരിനെതിരായി പിണറായി വിജയനെതിരായി ഏത് കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാലും അതെല്ലാം ഒത്തുതീർപ്പിലെത്തിക്കും. പകരം മുരളീധരൻ്റെ വലങ്കൈയായ സുരേന്ദ്രനെ ഈ സർക്കാർ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തി. അതായത് കള്ളപ്പണം കുഴൽപ്പണം കൊണ്ടുവന്ന കേസിൽ നിന്ന് സുരേന്ദ്രനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ അതിലിടനിലക്കാരൻ ഈ മുരളീധരനല്ലായിരുന്നോ?